ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജിസ്മോളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഞാൻ വേറൊരു വീഡിയോ കണ്ടത്. ആ ഡോക്ടർ എന്ന് പറയുന്നത് ഒരാൾ, അവരുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാൾ അവിടെ ഒരു കാറിൽ പോയിട്ട് ഈ പറയണ ജിസ്മോളുടെ ഭർത്താവെന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഈ ബോഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്ര CCTV ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത്രയും ദൂരം ആ കുട്ടി വന്ന് ഇവിടെ നിന്ന് എടുത്ത് ചാടി എന്നാണ് പറയണത്. അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അതിൻ്റെ ആ ഒരു പോസിബിലിറ്റീസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് വന്നത്. പിന്നെ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ ഇതിന്, അതായത് ഇത് ജിസ്മോൾ തനിയെ ഒരു ജീവൻ അവസാനിപ്പിച്ചതല്ല, അവരുടെ കുടുംബക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്രയും ദിവസം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇപ്പം ആ ജിസ്മോളുടെ ഭർത്താവിൻ്റെ അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതിലാ ഇറങ്ങിപ്പോകുന്ന സീനൊക്കെ ഒന്ന് കാണണം. കാരണം നമ്മൾ ഈ വേടനെ കണ്ടില്ലേ, വേടനെ എങ്ങനെയാണ് കൊണ്ടുപോയത് പോലീസുകാർ, കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓടിപ്പോവരുത് എന്നുള്ള രീതിയിലാണ് പിടിച്ചു കൊണ്ടുപോയത്. അവിടെ അവരെങ്ങനെ ഇറങ്ങിപ്പോണത്, അതായത് കുറ്റാരോപിതരാണ് അവരെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇതിൽ കൂടെ പൊക്കോളൂ, ഇതിന് പൊക്കോളൂ, വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് അവരെങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മൾ കണ്ടില്ലേ ആ വീഡിയോസിലൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ CCTVകൾ എത്ര സ്ഥലത്താണ് CCTV ഉള്ളത്. അതും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ. ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവം ആരുടെ കൂടെ നിൽക്കാനാണ് പറയുന്നത്? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്തവൻ്റെ കൂടെ നിൽക്കണമെന്ന് ദൈവം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ രക്ഷപ്പെടാനുള്ള ഒരു വചനം അല്ല ഒരു വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബേസിലാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരിടം, ആ ഒരിടത്തുനിന്ന് സത്യസന്ധമായ അതായത് ഈ പെൺകുട്ടി എടുത്ത് ചാടി എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ CCTV ഇരിക്കുന്നു. അതിൻ്റെ ഒന്നും ആ വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം അത് വിശ്വസിക്കണം? അതായത് എണ്ണുമ്പോൾ ഒരു 4-5 കൂടുതൽ CCTV ഉണ്ട്. 5 കൂടുതൽ CCTVകളിൽ ഒരെണ്ണത്തിൽ പോലും, അതായത് ഈ ആ സമയം ആ സ്ത്രീ പിന്നെ വണ്ടി ഓടിച്ച് പോയതായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വണ്ടി ഓടിച്ച് പോയതായിട്ടോ ഉള്ള വീഡിയോസ് പുറത്ത് പിന്നെ അതിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ആലോചിക്കണം, ഇത്രയും നാട്ടുകാർ ഇതൊക്കെ പറയുമ്പോഴും ഒരു മനസാക്ഷി ഇല്ലാതെ, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവന് കൂട്ടു നിൽക്കുന്നതിന് സമമായിട്ടാണ് ആ ദൃശ്യങ്ങൾ ഒന്നുകിൽ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവണം. അതില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം പുറത്ത് വിടാത്തതാണെങ്കിൽ ഓക്കെ നമുക്ക്. പക്ഷേ ഇതുവരെയുള്ള അതിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ തെളിവുകൾ ഒരു പക്ഷേ അതിൽ ഒന്നുകിൽ ഈ പെൺകുട്ടി പോയ വീഡിയോ പുറത്ത് വിടണം, പോയിട്ടുള്ള അതും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതേപോലെ വീടുകളിലുണ്ട് ഇത്. ആ വീട്ടിലുള്ളവർക്കും ഇത്രയും ജനങ്ങൾ ഇറങ്ങിയ കൂട്ടത്തിൽ അവരും ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നെങ്കിലും കിട്ടണ്ടേ CCTV ദൃശ്യങ്ങൾ? കൃത്യമായിട്ട് ആ ഒരു CCTVയുടെ ദൃശ്യം ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ അതൊന്നും ഒരിക്കലെങ്കിലും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യില്ല. എന്താണെന്നറിയോ? കാരണം ഇതിൻ്റെ ഉള്ളിൽ കളികളുണ്ടെന്നും ചില ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ. നമുക്കറിയില്ലല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർ പോയിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേരെ പ്രശ്നങ്ങൾ വരാം. അവരൊരിക്കലും എന്ത് ചെയ്യില്ല അവിടെ. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഇതുവരെ ഇയാളെ പിടിക്കാനോ ചോദ്യം ചെയ്യാനോ ഇത്രയും ദിവസമായിട്ടും ആരും മുതിരാത്തത്. അപ്പം അങ്ങനെ പോലും ചെയ്യാൻ മുതിരാത്തൊരിടത്ത് തങ്ങളുടെ കയ്യിൽ ഈ ദൃശ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മിണ്ടാതെ പേടിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് ആരോടത്തെങ്കിലും ഒന്നുകിൽ ഏതെങ്കിലും ഒരു മീഡിയയ്ക്കെങ്കിലും ആ ദൃശ്യം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിലും ചെയ്യുക. ഒരു തെളിവ് പുറത്ത് വരട്ടെ. എങ്ങനെ ആ ഒരു
എന്താ പറയുക, നീതി കിട്ടട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം മരിച്ചു പോയ ഒരാൾക്ക് എന്ത് നീതിയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, അതിന് വേണ്ടിയിട്ടൊരു പ്രൂഫ് കിട്ടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതായത് ആ ദൃശ്യം പുറത്ത് വിടാതെയും പുറത്ത് കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഇനിയും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ ഒരു ഇത്രയും ക്രൂരത ചെയ്തതിന് കൂട്ടുനിന്നവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനാണ് ഇപ്പം അങ്ങനത്തെ ഒരു അതിൽ ആ ഒരു ഇത്രയും വലിയ ക്രൂരമായി നിൽക്കുന്നവരുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് വീണ്ടും ഞാൻ എൻ്റെ വിശ്വാസമുള്ള ദൈവത്തെ കാണാൻ ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ പോകുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് ചോദ്യം ചെയ്യാമല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ദൃശ്യങ്ങൾ എവിടെ? അതിൻ്റെ ഒപ്പം ഉള്ളവർക്ക് ചോദിക്കാമല്ലോ. ഒന്നുകിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു കൂട്ടം ആൾക്കാരെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കണു, ഇതിങ്ങനെ കൊടുത്താൽ ഇങ്ങനൊരു വിഷയമുണ്ട്, അല്ലെങ്കിൽ നമുക്കതങ്ങനെ കൊടുക്കണ്ടെന്നോ എന്തെങ്കിലും ഒരു കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കാം. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്രയധികം CCTV ക്യാമറകൾ അവിടെ ഉണ്ടായിട്ടും ഒന്നിൽ പോലും പതിഞ്ഞതായിട്ട് പുറത്ത് വരാത്തത്, വാർത്തകൾ വരാത്തത്, ഇത്ര ഇപ്പോൾ ഇതിലും വലിയ, അതായത് എന്താ പറയുക, ഒരു രഹസ്യമുണ്ടെന്ന് എല്ലാവർക്കും പരസ്യമായിരിക്കുന്ന കാര്യം, ഒരു രഹസ്യമുണ്ടെന്ന് എല്ലാവർക്കും പരസ്യമാണ്. പക്ഷെ ആ രഹസ്യം എന്താണെന്നുള്ളത് പുറത്തേക്ക് തെളിവ് സഹിതം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ സാധനം മനുഷ്യരുടെ അടുത്ത് നിന്ന് പോയല്ലേ? അല്ല, ഇങ്ങനൊരു പ്രൂഫ് കിട്ടിയിട്ടും ഒന്ന് ശരിയാണ്, നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥലം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിലോ അവർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൂടെ? അങ്ങനൊരു വണ്ടിയിൽ പോയത് നിങ്ങൾ ആരെങ്കിലും കാണാതിരിക്കില്ലേ? കാരണം ഇങ്ങനൊരു ന്യൂസ് ഉണ്ടായപ്പോൾ തന്നെ മേ ബി സ്വന്തമായിട്ട് ക്യാമറ ഉള്ളവർ വേഗം പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് തീർച്ചയായിട്ടും സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ അത് ഡിലീറ്റ് ചെയ്തു പേടിച്ചിട്ട്, അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുന്നു പേടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ CCTV ഉള്ള ഇതിനോടൊക്കെ തന്നെ CCTV ഉള്ള ഇടങ്ങളിലെല്ലാം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ബാക്കിയുള്ളവർ, പുറത്ത് ഒന്നുകിൽ എന്തെങ്കിലും ഇത്തരം വാർത്തകളുണ്ടെങ്കിൽ പുറത്തേക്ക് വിടരുതെന്ന് പ്രത്യേക ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും ഒന്നത്, അല്ലെങ്കിൽ ഇവർ പേടിച്ചിട്ട് പുറത്ത് പറയാതിരിക്കുന്നു. എന്തായാലും ആ ഒരു അവരുടെ നാട്ടിലുള്ള ഡോക്ടറാണെന്ന് പറയുന്ന അദ്ദേഹം ഇതിനെല്ലാമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, കാരണം നിങ്ങളൊരു നോട്ടപ്പുള്ളിയായി മാറുന്നുണ്ട് പലരുടെയും കണ്ണിൽ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ബൈ.